വില കൂടിയ മീൻ വാങ്ങും, പണം കൊടുക്കാതെ മുങ്ങും. ഇങ്ങനെ ഒരു തരം മോഷണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ മോഷണം പതിവാക്കിയ രണ്ടംഗ സംഘം ഓച്ചിറ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. മോഷ്ടാക്കളാണെന്ന ഒരു തോന്നലും ഉണ്ടാക്കാത്ത വിദഗ്ധമായ പെരുമാറ്റത്തിലൂടെയാണ് രണ്ടുപേരും ചേർന്ന് മീൻ മോഷണം തുടർന്നുകൊണ്ടിരുന്നത്. ഇരുചക്ര വാഹനത്തിൽ മീനുമായി എത്തുന്ന ചെറിയ വിൽപ്പനക്കാരാണ് പലപ്പോഴും പിടിയിലായ രണ്ടംഗ സംഘത്തിന്റെ ഇരയാകുന്നത്. കച്ചവടത്തിന് മീൻ കൊണ്ടുവരുന്നവരുടെ അടുത്തു നിന്ന് വില കൂടിയ മീനുകൾ നോക്കിയെടുക്കാനെന്നോണം കയ്യിലെടുക്കും. മീൻ കച്ചവടക്കാർക്ക് സംശയത്തിന്റെ തരി പോലും തോന്നാത്ത വിധമുള്ള അഭിനയമാണ് പിടിയിലായ ഇരുവരും നടത്തിയിരുന്നത്. കൊണ്ടുപോകാനുള്ള മീനാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏതു വഴിക്കാണ് മീൻ കള്ളന്മാർ മുങ്ങിയതെന്ന് ആർക്കും ഒരു പിടിയും കിട്ടില്ല. ഇനി മീൻ മോഷണത്തിന് വ്യത്യസ്ത തരം മോഡസ് ഓപ്പറാൻഡിയും ഉണ്ട് ഇവർക്ക്. ബൈക്കിലെത്തി വില കൂടിയ മീൻ നോക്കി കയ്യിൽ വാങ്ങും, പോക്കറ്റ് തപ്പും, കാശെടുത്ത് ദേ വരാന്ന് പറഞ്ഞ് ഒറ്റ വിടിയിലാണ്. കച്ചവടക്കാർ പണവും കാത്തിരുന്നാൽ അവിടെ ഇരിക്കുകയേ ഉള്ളൂ. പലപ്പോഴും മീൻ വിൽക്കാനെത്തുന്ന വളരെ സാധാരണക്കാരായ ആളുകളോട് വലിയ തുക ചില്ലറയാക്കി തരാമെന്ന് അറിയിച്ച് പണവും വാങ്ങി മുങ്ങുന്നത് ഇരുവരുടെയും ഇഷ്ടവിനോദവും ജീവിതമാർഗവുമായിരുന്നു. ഈ ജീവിതമാർഗം നിർബാധം തുടരുന്നതിനിടെയാണ് കായംകുളം സ്വദേശി ഷഫീഖിനെ ഓച്ചിറ പോലീസ് പൊക്കുന്നത്. സഹകള്ളൻ ഷാജുവിനെ ദിവസങ്ങൾക്ക് മുൻപ് ഓച്ചിറ പോലീസ് വലയിട്ട് പിടിച്ചിരുന്നു. നെയ്മീൻ, ചെമ്പല്ലിക്കോര, നാരൻ കൊഞ്ച് എന്നിവയാണ് മീൻ കള്ളന്മാർ മുഖ്യമായും നോട്ടമിട്ടിരുന്നതും കച്ചവടക്കാരിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയിരുന്നതും. പല മീൻ കച്ചവടക്കാർക്കും ദുരനുഭവം തുടർന്നതോടെയാണ് എല്ലാവരും ചേർന്ന് തങ്ങളുടെ വയറ്റത്തടിക്കുന്ന ടീംസിനെ പിടിക്കണമെന്ന് പോലീസിനോട് പരാതിപ്പെട്ടത്. പിന്നാലെ CCTVകൾ ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് വിശദമായ ഒരു അന്വേഷണം നടത്തി. അതിവിദഗ്ധമായിട്ടാണ് മീൻ കള്ളന്മാർക്ക് വേണ്ടിയുള്ള പ്രത്യേക വല പോലീസ് വിരിച്ചത്. ഇരുവർക്കുമെതിരെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി മോഷണ കേസുകളുണ്ടെന്ന് ഓച്ചിറ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കൊല്ലം.